ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ദേശീയ ഭീകരവിരുദ്ധ ദിനം എന്നാണ്. മെയ് 18, മെയ് 19, മെയ് 20, മെയ് 21. പെട്ടെന്ന് ഉത്തരം ചെയ്യൂ. സമയം അവസാനിച്ചു. ഉത്തരം മെയ് 21. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഭീകരവിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം അന്താരാഷ്ട്ര മ്യൂസിയ ദിനം എന്നാണ്. മെയ് 18, മെയ് 19, മെയ് 20, മെയ് 21. ഉത്തരം നോക്കാം. ഉത്തരം മെയ് 18 2024 അന്താരാഷ്ട്ര മ്യൂസിയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമുള്ള മ്യൂസിയങ്ങൾ എന്നതാണ് പ്രമേയം. അടുത്ത ചോദ്യം നോക്കാം. 2024 മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡൻറ്റ്. പെട്ടെന്ന് ഉത്തരം ചെയ്തോളൂ. സമയം അവസാനിച്ചു. ഉത്തരം ഇബ്രാഹിം റൈസി. ഇറാൻ്റെ 8ാമത്തെ പ്രസിഡൻ്റായിരുന്നു ഇബ്രാഹിം റൈസി. കോപ്റ്ററിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ബെൽ 212. ഇറാനിൻ്റെ ഇപ്പോഴത്തെ താൽക്കാലിക പ്രസിഡൻ്റ് ആരാണ്? മുഹമ്മദ് മുഖ്ബർ. അടുത്ത ചോദ്യം 2024 3ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം MV ജനാർദ്ദനൻ. ഇവിടെ നോക്കൂ, പെരുമലയൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാര തുക എത്രയാണ്? 25,000 രൂപയാണ്. ഒപ്പം പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങൾ. പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. നോവലിൻ്റെ പേര് സമുദ്രശില. 2ാമത് ലഭിച്ചത് VJ ജെയിംസിനാണ്. ആൻറ്റി ക്ലോക്ക് എന്ന നോവലിനാണ് 2ാമത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉടമസ്ഥയിൽ അക്ഷര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം നാട്ടകം, കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ്. അടുത്ത ചോദ്യം ലോക പാരാ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ T20 400 മീറ്റർ വിഭാഗത്തിൽ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയതാരാണ്? ഉത്തരം ദീപ്തി ജിവാൻജി. തെലങ്കാന സ്വദേശിയാണ് ദീപ്തി ജിവാൻജി. അപ്പോൾ ഓർത്തിരിക്കുക, 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ്? ജപ്പാനിലെ കോബെയാണ്. ഇനി ഇന്നത്തെ കറണ്ട് അഫെയറിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി നമുക്ക് നോക്കാം. 2024 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? നെതർലാൻഡിലെ റോട്ടർഡാമിലാണ് 2024 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്നത്. റോട്ടർഡാം, നെതർലാൻഡ്. അടുത്ത ചോദ്യം നോക്കാം. 7th ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തി ആരംഭിച്ചു എവിടെയാണ്? മേഘാലയയിലാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ശക്തി. 7th എവിടെയാണ് ആരംഭിച്ചത്? മേഘാലയ. അടുത്ത പോയിൻ്റ് നോക്കാം. യുനെസ്കോയുടെ വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള രചനകൾ ഏതൊക്കെയാണ്? തുളസീദാസ് രചിച്ച രാമചരിതമനസ്. അടുത്തത് വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം. അടുത്തത് ആചാര്യ ആനന്ദവർദ്ധൻ രചിച്ച സഹൃദയലോക ലോകന. ഓക്കെ, ഏതെല്ലാമാണ്? രാമചരിതമനസ് എഴുതിയത് തുളസീദാസ്, പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ, സഹൃദയലോക ലോകന എഴുതിയത് ആചാര്യ ആനന്ദവർദ്ധൻ. ഇത്രയും പോയിൻറ്റ്സാണ് ഇന്നത്തെ കറണ്ട് അഫെയറിൽ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ പോയിൻറ്റ്സും മറ്റും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണോടെയും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനെ ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ ക്യൂസെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യൂസ് തത്സമയം എഴുതി നോക്കാവുന്നതാണ്. താങ്ക് യു.